ഹലോ ഗൈസ്, ഒരു ന്യൂ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ തിരുപ്പതി അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും ഉണ്ട്. ആദ്യത്തെ വണ്ടിയിൽ അച്ഛനും അമ്മയും, അനിയൻ്റെ അച്ഛനും അമ്മയും, ചേട്ടനും ഒക്കെ ഉണ്ട്. ഈ വണ്ടിയിൽ ഞാനും അച്ഛനും അമ്മയും, മോളും അനിയനും മറ്റേ വണ്ടിയിൽ പോയി. അപ്പം ഞങ്ങൾ ട്രെയിനിൽ ആദ്യത്തെ ഇവിടെ നമ്മളുടെ വീടിൻ്റെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സെൻട്രലിൽ ഇറങ്ങിയിട്ട് സെൻട്രലിൽ നിന്ന് പിന്നെ ഒരു 2.5 hours ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതാണ് അണ്ണനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് നമ്മൾ സെൻട്രലിലോട്ട് പോകും. അണ്ണന്നൂരിൽ നിന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. അവിടെ നിന്നാണ് നമ്മൾ തിരുപ്പതിയിലോട്ട് പോകുന്നത്. അപ്പം ഇവിടുന്ന് നീ സെൻട്രലിലോട്ട് അരമണിക്കൂറൊക്കെ കാണത്തുള്ളൂ, അടുത്താണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരുപ്പതിയിലോട്ട് 3 to 4 hours ഉണ്ടായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറി കുഴഞ്ഞു. ഇവിടുത്തെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തിരുപ്പതിയിൽ എങ്ങനെയായിരിക്കും എൻ്റെ അമ്മ? എല്ലാവരും വന്നത് തന്നെ ഈ തിരുപ്പതി പോകാനാണ്, ചെന്നൈയിലോട്ട്. അനിയൻ്റെ അച്ഛനും എൻ്റെ അമ്മയച്ഛനും എല്ലാവരും. കാരണം കുഞ്ഞിനെ മുട്ടയടിക്കാൻ വേണ്ടി നമ്മൾ അവിടെയാണ് നേർച്ച ചെയ്തേക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറേ നാളിങ്ങനെ കാത്തിരുന്നതാണ് ഇങ്ങനെ തിരുപ്പതി അമ്പലം പോകണമെന്നുള്ളത്. ഞങ്ങൾ ആ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത നെക്സ്റ്റ് ട്രെയിനിൽ കയറിയിട്ട് 2 hours ജേർണിയാണ് പിന്നെ ഉള്ളത് തിരുപ്പതിയിലോട്ട്. നമ്മൾ റേനിഗുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇറങ്ങുന്നത് തിരുപ്പതിയിൽ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നത്, ഒരു അരമണിക്കൂർ കീഴ് തിരുപ്പതിയിലോട്ട്. അവിടുന്ന് പിന്നെ നമ്മൾ മേൽ തിരുപ്പതിയിലോട്ട് വേറൊരു ബസ്സിൽ പോകും. ഇങ്ങനെയാണ്. ഇപ്പം ഇനി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു 2 hours ജേർണിയാണ് റേനിഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ട് പ്രശ്നമില്ലായിരുന്നു. നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ ഇരുന്നു സുഖമായിട്ട്. അപ്പം നമ്മൾ എവിടെ എത്തിയെന്നറിയോ? റേനിഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ ബസ് കയറിയിട്ട് നമ്മൾ തിരുപ്പതിയിലായിരുന്നു. തിരുപ്പതി മേൽ തിരുപ്പതി എന്നില്ലേ, അപ്പോൾ താഴെ വന്നു. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് തിരുപ്പതി വന്നു. അതൊരു 1/2 hour ഉള്ളൂ കേട്ടോ ഉള്ളായിരുന്നു. 9 o'clock ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയായിരുന്നു. തിരുപ്പതിയിലെത്തി. അതിനുശേഷം വിശന്നിട്ട് വയ്യായിരുന്നേ. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി മസാല ദോശയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്തു. നമ്മൾ 2 റൂം എടുത്തായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഒരു റൂമിൽ ആണുങ്ങളും ഒരു റൂമിൽ മൊത്തം പെണ്ണുങ്ങളും, അങ്ങനെ രീതിയിൽ നമ്മൾ 2 റൂം എടുത്തായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ. റൂമൊക്കെ നല്ലതായിരുന്നു, അടുത്ത് തന്നെയായിരുന്നു റൂമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നല്ല ക്ഷീണമായിരുന്നു. കാരണം അപ്പോഴത്തേക്ക് റൂമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 9:30 10 o'clock ആയി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിലോട്ട് വന്നപ്പോൾ തന്നെ 10 മണിയൊക്കെ ആയി. 10 മണിയൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ബുക്കൊന്നും ചെയ്യാതെ പോയത്. ഇപ്പോൾ തിരുപ്പതി പോകണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണ്ടേ പോകാൻ. പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്യാതെ പോയത്. അപ്പം എന്താണെന്നുള്ളത് കാരണം പെട്ടെന്ന് പോയതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇനി എന്താണെന്ന് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിരിക്കുന്നത്. 2:49 ഏകദേശം 1 മണിയാകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി താഴോട്ട് ചെല്ലുവാണ്. ഇപ്പോൾ അനുവേട്ടനൊക്കെ ചേട്ടന് താഴെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ ടിക്കറ്റ് എടുക്കാൻ. സോ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ആക്ച്വലി
നമ്മൾ എപ്പം തിരുപ്പതി വന്നാലും നമ്മൾ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രയാസപ്പെട്ടു പോകും. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് തിരുപ്പതിയിൽ ഭയങ്കര കുറച്ച് തിരക്ക് കുറവായിരുന്നു. തിരക്ക് കുറവെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തിരക്കൊന്നും കുറേ എന്നാലും കുറവായതുകൊണ്ട് അധികം പ്രശ്നമാണ്. ഞങ്ങൾക്ക് തിരുപ്പതി അപ്പനെ കാണാൻ പറ്റുമെന്ന് കൂടി അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ രാത്രിയിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഒരു ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ കൂടെ ടിക്കറ്റ് എടുക്കാത്തവർക്ക് അവിടെ അടുത്ത് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി. അവിടെ 2 മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ 1 മണിയോട്ട് ക്യൂ നിൽക്കുകയാണ്. അതും ക്യൂ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ക്യൂ ആണ്. ഓരോ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഏകദേശം 2.5 മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഒരു 3-3:30 ആയപ്പോഴാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് എപ്പോഴത്തേക്കാണ് ദർശനം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം രാത്രി 10 മണിക്കാണ് നമുക്ക് ദർശനം അവർ എഴുതിയിരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ക്യൂ നിന്നിട്ടാണ് പോയി ടിക്കറ്റ് മേടിച്ചത്. വൈശുക്കുട്ടിയും പാവം, വൈശുക്കുട്ടിയും ഉറങ്ങാതെ തന്നെ അത്രയും നേരം വരെ കാത്തിരുന്നു. ടിക്കറ്റ് എടുത്ത് നിർബന്ധമൊന്നുമില്ലായിരുന്നു. അവളും നമ്മളുകൂടെ സഹകരിച്ചു ഭയങ്കര ഇതായിട്ട്. ഞങ്ങൾ ലാസ്റ്റ് നമുക്ക് ടിക്കറ്റ് കിട്ടി. അവിടെ ചെന്ന് ക്യൂ എല്ലാം കഴിഞ്ഞ് എന്തായാലും തിരുപ്പതിയപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയ നമുക്ക് അന്നത്തെ ദിവസം 10 മണിക്കായിരുന്നു നമുക്ക് ടിക്കറ്റ്. അതും കഴിഞ്ഞിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അതുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പിറ്റേ ദിവസമായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഞങ്ങൾ നീണ്ട ക്യൂവിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് ഒരു അടിപൊളി ചായ കുടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിക്കുകയാണ്. ഉറങ്ങണ്ടേ, ഇനി ഉറങ്ങാതെയല്ലേ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഇനി ഉറങ്ങാൻ വേണ്ടിയുള്ളൊരു പരാക്രമണത്തിലാണ് ഞങ്ങളെല്ലാവരും. ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ടിക്കറ്റ് ഞങ്ങൾ എടുത്ത് പാസ് കിട്ടിയിരിക്കുന്ന ടൈം ഇന്ന് രാത്രി 10 മണിക്കാണ് കേട്ടോ. 10-ാം തീയതി 10 മണിക്ക്. അപ്പം ഇപ്പം സമയം ഞങ്ങൾ 3:30 ആയതേ ഉള്ളൂ. 2 മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ടിക്കറ്റ് ഒപ്പിച്ചിരിക്കുകയാണ്. അപ്പം രാത്രി 10 മണി വരെ നമുക്ക് സമയമുണ്ട്. വഴിയെല്ലാം കാണുക. അങ്ങനെ ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ റൂമിൽ ഇരിക്കുകയാണ് എല്ലാവരും. നമ്മൾ 2 റൂം എടുത്തിട്ടുണ്ട്. അപ്പം അമ്മയും ഞങ്ങൾ 2 അമ്മമാരും ഞാനും അനുവേട്ടനും മോളും ഈ റൂമിൽ. അപ്പുറത്തെ റൂമിൽ അനുവേട്ടൻ്റെ ചേട്ടൻ മിനിച്ചേട്ടനും അച്ഛനും പിന്നെന്താണ് അവിടുത്തെ അച്ഛനും കണ്ണനും ആകും. അപ്പോൾ ഞങ്ങൾ 2 അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നല്ലതുപോലെ കിടന്നുറങ്ങി. പിന്നെ ഒത്തിരി സമയമുണ്ട്. 10 മണിക്കാണല്ലോ നമുക്ക് ദർശനം ടൈമിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ 2.5 മണിക്കൂർ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഒരുങ്ങിയിട്ട് തിരുപ്പതി അമ്പലത്തിലോട്ട് പോകാനായിട്ട് വേണ്ടി ഞങ്ങളെല്ലാവരും ഇറങ്ങി. ചിരിക്കടി. പിന്നീട് ഞങ്ങൾ താഴേന്ന് നീ മേലോട്ട് തിരുമലയിലോട്ടല്ലേ പോകേണ്ടത്. അപ്പം താഴേന്ന് നമ്മൾ ബസ് പിടിച്ചിട്ടാണ് നമ്മൾ മേലോട്ട് പോകുന്നത്. ബസ് എനിക്ക് തോന്നുന്നു ഒരു 1 hour ജേർണി ആണെന്ന് തോന്നുന്നു. 1 hour 45 minutes ജേർണി ഉണ്ട്. അപ്പം നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല രസമാണ്. ഇങ്ങനെ നമ്മൾ മേലോട്ട് മല കയറി പോവുകയാണ്. അപ്പം നല്ല ഒത്തിരി നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല നല്ല അടിപൊളി കുറേ നല്ല കാഴ്ചകൾ കണ്ടായിരുന്നു. അത് മീൻസ് എന്താ മലകളും പൂക്കളും ഒക്കെയാണ്. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാൻ ബാക്കി എടുത്തിരിക്കുന്നത് അനുവേട്ടൻ്റെ മൊബൈലാണ്. പിന്നെ അതെനിക്ക് ഇങ്ങോട്ട് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും മലകളും നല്ല വലിയ ഒത്തിരി പൂക്കളും ഒക്കെ. അങ്ങനെ ഞങ്ങൾ മേലിലെത്തി, തിരുപ്പതിയിലെത്തി. ഇവിടെയാണ് ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മൂക്ക് മുടി എടുത്ത് കഴിഞ്ഞാൽ അതാണല്ലോ നമ്മൾ മെയിനായിട്ട് മൂക്ക് മുടി എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മല കയറുന്നത്. അങ്ങനെ മൂക്ക് മുടി എടുക്കുന്നത് നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ട് നമ്മളെ സാധനങ്ങളും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇനി ഞാൻ അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കുറച്ചേ ഉള്ളൂ. കാരണം മുടി എടുക്കുന്നത് വരെയുള്ള വീഡിയോ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് നല്ലൊരു ദർശനം തന്നെ കിട്ടി. നമ്മൾ ഒത്തിരി നേരം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. നമുക്ക് നമ്മൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ ക്യൂ നിന്നെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തൊഴുവാനും എല്ലാത്തിനും പറ്റി. ഇതാണ് മുട്ട എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതാണ് കേട്ടോ വീട്ടിൽ വന്നതിൻ്റെ ഒരു ഇതാണ് ഷോർട്ട് ബിറ്റാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായാലും തിരുപ്പതിയപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ എല്ലാത്തിനും പറ്റി. പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തൊരു ഫാമിലി ഫോട്ടോ. കാരണം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ ലാസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.